വളരെയധികം കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ്. രാപ്പകൽ അധ്വാനിച്ചുകൊണ്ടാണ് അവര് ഈ ആരോഗ്യ മേഖലയിലെ ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്ത് സംഭവത്തിൽ രണ്ട് മന്ത്രിമാരെ വലിയ രീതിയിൽ പല കോൺഗ്രസ് നിന്ന് വിമർശിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നത് എങ്ങനെ നോക്കിക്കാണും? അത് വളരെ അപലപനീയമാണ്. ഇങ്ങനെ ഈ വ്യക്തിപരമായിട്ടൊക്കെ ആക്രമിക്കുന്ന രീതികൾ. ഞാൻ എപ്പോഴും പറയാറില്ല ഇവന്മാര് മൂർച്ചകളാണെന്ന്. ഈ കെട്ടിടം പഴയ കെട്ടിടാണ്, അവിടെ ആരും പ്രവേശിക്കേണ്ടതില്ല എന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നല്ലോ. പുതിയ കെട്ടിടം കിഫ്ബി പദ്ധതി പ്രകാരം അവിടെ പണി പൂർത്തീകരിച്ച് അല്പ ദിവസത്തിനകം തന്നെ എല്ലാം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അപ്പൊ മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള കൃത്യവിലോപമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏതായാലും ഇന്നൊരു സുദിന പിള്ള സാറേ, ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും. വളരെയധികം കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ്. രാപ്പകൽ അധ്വാനിച്ചുകൊണ്ടാണ് അവര് ഈ ആരോഗ്യ മേഖലയിലെ ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു മന്ത്രിയെ ഒറ്റതിരിഞ്ഞിങ്ങനെ ആക്രമിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല എന്നുള്ള അഭിപ്രായം അതിശക്തമായിട്ട് പറയാണ്. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. ഈ വീട്ടുകാരും ബന്ധപ്പെട്ടില്ല, മന്ത്രിമാരും ബന്ധപ്പെട്ടില്ല എന്നൊക്കെ ഉള്ളൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ ചെന്നിട്ടും അതൊക്കെ ബന്ധപ്പെടും. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറേശ്ശെ ഭ്രാന്തുണ്ട്. വളരെ ഉത്തരവാദിത്തപൂർവ്വം ഇക്കാര്യങ്ങളിലൊക്കെ നടപടികൾ സ്വീകരിക്കുന്ന ഒരു മന്ത്രിസഭയാണെന്നുള്ളത്. ഇതുവരെ ഉണ്ടായ കാര്യങ്ങളിലൊക്കെ അത്തരത്തിൽ ഇടപെടുകയും വേണ്ട സപ്പോർട്ട് കുടുംബത്തിന് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായും ഉണ്ടാവും. അതിന് അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്. അത് ശരി.